ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാലോ, നമ്മൾ ഇതുവരെ കാത്തിരുന്ന എൻ്റെ സീമന്താണെന്ന്. എന്നെ കണ്ടിട്ട് ആരും പേടിക്കേണ്ട കേട്ടോ, ഒന്ന് ലെൻസ് വെച്ചതാണ്, പിന്നെ വേറെ എന്തോ വെച്ചതാണ്, എനിക്കറിയില്ല. ഇതെൻ്റെ ചേച്ചിയാണ്. ചേച്ചി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. പിന്നെ കൂടെ ഉള്ളത് ചേച്ചിയുടെ മകളാണ്. അവളിപ്പോൾ എൻ്റെ സീമന്തത്തിന് വേണ്ടി ലീവൊക്കെ എടുത്ത് വന്നതാണ്. അപ്പോൾ അവളിപ്പോൾ ഉള്ളതുകൊണ്ട് ചേച്ചീനെ ഹെൽപ്പ് ചെയ്യാണ്. ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് സുബ ട്രെൻഡ്സ് എന്നാണ്. എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കണം. ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു മേക്കപ്പ് തന്നെയാണ് ചേച്ചി എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഞാനൊരു സിമ്പിളായിട്ടല്ല വിചാരിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ചൊരു ഓവർ ആയിക്കോട്ടെ എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്തായാലും ഇങ്ങനെ ഒരു ഓവറായിട്ടൊരു മേക്കപ്പ് ഒന്നും ഞാൻ എന്തായാലും ഇനി ചെയ്യാൻ വഴിയില്ല. അപ്പോൾ ഇത് കുറച്ച് തമിഴ് ടച്ചൊക്കെ വരുന്ന രീതിയിൽ തന്നെ ആവണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നറിയില്ലേ, എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ റെഡിയായി. ക്യാമറാമാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സിംഗിൾ ഫോട്ടോസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്ത് പോയിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ മോനായിട്ട് കുറച്ച് ഫോട്ടോ വേണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പം അവനായിട്ടും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് ഇപ്പോൾ അതാ ചടങ്ങിലേക്ക് കിടക്കുകയാണ്. ഇതിലെന്താ എല്ലാവരും മാപ്പിട്ടിക്ക് ചൂണ്ടിക്കാണിക്കണമെന്ന് വിചാരിക്കേണ്ട, അത് ലൈറ്റ് ഇടാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. ഇതെൻ്റെ ഏട്ടൻ്റെ അച്ഛനും അമ്മയാണ്. അവർ വള ഇട്ടു, ചന്ദനം തേച്ചു, സ്വീറ്റ്സ് തന്നു. നമുക്ക് പ്രോപ്പറായിട്ട് ഇതിൻ്റെ ചടങ്ങുകളൊന്നും അറിയില്ല. കുറച്ചിങ്ങനെ യൂട്യൂബിലും ഇതിലൊക്കെ കണ്ടിട്ടുള്ള ഒരു പരിചയത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതെന്ന് മാത്രം. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അറിയുന്നവർ ക്ഷമിക്കണം കേട്ടോ. ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും. എൻ്റെ അമ്മയുടെ മുഖം കണ്ടിട്ട് ഇഷ്ടമില്ല അത് പിടിച്ചിരുത്തിയ മാതിരി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. അത് എനിക്കൊരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി ഞങ്ങളെ വിട്ട് പോയിട്ട് ഇപ്പോൾ 7 കൊല്ലമായി. പക്ഷെ അമ്മ ഇപ്പോഴും അതിന് റിക്കവറായിട്ട് വന്നിട്ടില്ല. ഒരു ഫംഗ്ഷനും എൻ്റെ അമ്മ പോവാറില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഫംഗ്ഷന് അമ്മ അറ്റൻഡ് ചെയ്യണത്, അതും എൻ്റെ ഒരൊറ്റ നിർബന്ധത്തിൻ്റെ പേരിൽ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമാണ് നമ്മുടെ മുഖത്തുള്ളത്. പിന്നെ ഇത് എൻ്റെ മാമന്മാരാണ്, അതായത് ഏട്ടൻ്റെ പാപ്പൻ്റെ ഭാര്യമാർ. പിന്നെ ഇത് അമ്മായിമാർ, അതായത് ഏട്ടൻ്റെ അച്ഛൻ്റെ പെങ്ങന്മാരാണ് 3 പേര്. ഇവരും അത് ഓരോ ചടങ്ങുകൾ ചെയ്യുന്നത്. ആരും എനിക്ക് സിന്ദൂരം തൊട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ അമ്മായിയാണ് സിന്ദൂരം തൊട്ടുന്നത്. ക്യാമറാമാന്മാർ പറയണം മുഖത്തേക്ക് നോക്കി ചിരിച്ചിട്ട് ഇടുന്ന്. അപ്പം ഞാനത് പറയണം അമ്മായിയോട്. അമ്മായി വള ഇടണയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ നോക്കി ചിരിക്കുകയാണ്. ഇവർ എൻ്റെ ഏട്ടൻ്റെ അനിയത്തിയുടെ അച്ഛനും അമ്മയാണ്. അപ്പോൾ അവരും ഇതുപോലെ ചടങ്ങുകളൊക്കെ ചെയ്യാണ്. വള ഇടുന്നു, സ്വീറ്റ്സ് തരുന്നു, ചന്ദനം തൊടുന്നു, അങ്ങനെയൊക്കെ. പിന്നെ ഇത് അവളുടെ തന്നെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററാണ്. സിസ്റ്ററും പിള്ളേരുമാണ്. പിന്നെ ഇതെൻ്റെ വല്യമ്മയും അവരുടെ മോളുമാണ്, ചേച്ചിയാണ്. ഇത് എൻ്റെ മാമന്മാരാണ്, പാപ്പൻ്റെ ഭാര്യമാർ. പിന്നെ ഇത് വല്യമ്മയും മാമയും, ഒരാളമ്മയുടെ ചേച്ചിയും ഒരാളമ്മയുടെ അനിയത്തിയും. ഇത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടും ഫാമിലിയാണ്. ഇത് ഏട്ടൻ്റെ പാപ്പൻ്റെ മോളും അവരുടെ മക്കളുമാണ്, ചേച്ചി മക്കളുമാണ്. ഇത് ഒരാൾ എൻ്റെ അനിയനാണ്, അതായത് പാപ്പൻ്റെ മോനാണ്. പിന്നെ ഒരാൾ ചേച്ചിയുടെ മോനാണ്. പിന്നെ ഇതെൻ്റെ അമ്മായിമാരും അവരെ മക്കളുമാണ്. പിന്നെ ഇതെൻ്റെ മാമനും ഫാമിലിയാണ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതെൻ്റെ ചേച്ചിയും ചേച്ചിയുടെ മോളുമാണ്. ഇതാണ് അച്ചു, ഇത് ഏട്ടൻ്റെ 2ാമത്തെ സിസ്റ്ററാണ്. പിന്നെ ഇതായിരുന്നു ഫുഡ്. സദ്യയായിരുന്നു, പ്ലസ് ചിക്കൻ കൊണ്ടാട്ടവും പിന്നെ പായസമൊക്കെ ആയിട്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് യാത്ര പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങുകയാണ്. അപ്പോൾ എല്ലാവരോടും യാത്ര പറയാണ്. അപ്പോൾ അച്ഛനോട് യാത്ര പറയുമ്പോൾ അച്ഛൻ ഭയങ്കര ഇമോഷണലായി. അപ്പോൾ എനിക്കും കരച്ചിൽ വന്നു. പിന്നെ ആകെ കരച്ചിലായി, പിന്നെ എല്ലാവരും കരച്ചിലായി. എന്താണെന്നറിയില്ല ആ സമയത്ത്. പിന്നെ പല ചിന്തകളാണ് പറയുമ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് തന്നെയല്ലേ പോണത്. പക്ഷേ എന്താണെന്നറിയില്ല ആ സമയത്ത് നമുക്ക് അങ്ങനെയൊന്നും തോന്നില്ല. എന്തൊക്കെയോ മനസ്സിൽ വേറെ എന്തൊക്കെയോ കയറി വരുന്നത്. പിന്നെ ഒരാൾ കരയും കൂടിയും ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ എത്ര പിടിച്ചു നിന്നാലും നമുക്കും കരച്ചിൽ വരികയാണ്.
അങ്ങനെ കരച്ചിലും പിരിച്ചിലൊക്കെ ആയി. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം ഞാൻ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ കൈയൊക്കെ പിടിച്ചിട്ട് ഇറക്കുകയാണ്. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ലൊരു കുഞ്ഞിനേറ്റ് വരാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ എനിക്ക് ഉണ്ടാവണം. ഇത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറി വരികയാണ്. ഇവിടെ പ്രത്യേകിച്ച് ചടങ്ങൊന്നുമില്ല, ജസ്റ്റ് കയറി വരികയേ വേണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബായ്.